Okay, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അപ്പോൾ ഈ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇതിന് മുന്നത്തെ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ പറയണതൊന്നും തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ ടോപ്പിക് അവിടെ എഴുതിയിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ്സിൻ്റെ, അതായത് ലിമിറ്റ് ഓഫ് മോഡുലൈ ആൻഡ് ഇൻ്റഗ്രൽ റൂട്ട്സ്. അപ്പോൾ രണ്ട് ടോപ്പിക്കുകളാണ് അതിൽ. ആദ്യത്തേത് എളുപ്പമുള്ളതാണ്, രണ്ടാമത്തേത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കുറച്ച് ലെങ്തിയാണ്. ഞാൻ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, അത് ടെക്സ്റ്റിൽ വർക്ക്ഔട്ട് ആയിട്ടുള്ള പ്രോബ്ലം തന്നെയാണ്. അത് കൂടുതൽ നമുക്ക് ചെയ്യാനുള്ള പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ വർക്ക്ഔട്ട് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഞങ്ങൾക്ക് സാമ്പിൾ കാണിച്ചു തരുന്നതെന്ന് മാത്രം. അപ്പോൾ എന്തായാലും രണ്ട് ടോപ്പിക്കുകൾ, ലിമിറ്റ് ഓഫ് മോഡുലൈ ആൻഡ് ഇൻ്റഗ്രൽ റൂട്ട്സ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത് എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. അതായത് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാം. എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? ഒരു പോളിനോമിയൽ ഇക്വേഷൻ അല്ലെങ്കിൽ ആൾജിബ്രാക്ക് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിന് റൂട്ടുകൾ ഉണ്ടാകും, റിയൽ റൂട്ട്സും കോംപ്ലക്സ് റൂട്ട്സും ഉണ്ടാകും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് റിയൽ റൂട്ടുകളുടെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ റിയൽ റൂട്ടുകൾ ഒരു പ്രത്യേക സംഖ്യയിൽ താഴെയായിരിക്കും കിടക്കുന്നത്. ആ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കാം? അതേപോലെ എല്ലാ റിയൽ റൂട്ടുകളും അതിനൊരു മിനിമം വാല്യൂ ഉണ്ടാകും, ഒരു പ്രത്യേക സംഖ്യയുടെ മീതെയായിരിക്കും കിടക്കുന്നുണ്ടാകുക. അപ്പോൾ ലോവർ ലിമിറ്റ് ആൻഡ് അപ്പർ ലിമിറ്റ്, ആ സംഖ്യ താഴത്തെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചത്. ലോവർ ലിമിറ്റ് ഓഫ് റൂട്ട്സ് എന്നും അപ്പർ ലിമിറ്റ് ഓഫ് റൂട്ട്സ് എന്നുമാണ് പറയാം. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് നെഗറ്റീവ് റൂട്ട്സ്, അതേപോലെ അപ്പർ ലിമിറ്റ് ഓഫ് പോസിറ്റീവ് റൂട്ട്സ്. ഈ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോംപ്ലക്സ് റൂട്ടുകൾ വരുന്നത് വേറൊരു കേസായിട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് ദോസ് ആൾജിബ്രാക്ക് ഇക്വേഷൻസ് വിച്ച് ഹാസ് കോംപ്ലക്സ് റൂട്ട്സ്. അപ്പോൾ കോംപ്ലക്സ് റൂട്ടുകൾ ഉണ്ടാവും, ഒരുപാട് കോംപ്ലക്സ് റൂട്ടുകളുള്ള ആൾജിബ്രാക്ക് ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അപ്പർ ലിമിറ്റ് മാത്രമാണ് കണ്ടുപിടിക്കുന്നത്, അപ്പർ ലിമിറ്റ് ഓഫ് മോഡുലൈ. അപ്പോൾ കോംപ്ലക്സ് നമ്പർ ആകുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് എന്നൊന്നും പറയാൻ സാധിക്കില്ല. റൂട്ടുകളുടെ മോഡുലസിൻ്റെ അപ്പർ ലിമിറ്റ്, അതായത് ഏത് റൂട്ട് എടുത്താലും ആ റൂട്ടിൻ്റെ മോഡുലസ് വാല്യൂ ഒരു പ്രത്യേക സംഖ്യയേക്കാൾ കുറവായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രത്യേക സംഖ്യ എന്ന് പറയുന്നത് എല്ലാ റൂട്ടുകളുടെ മോഡുലസ് വാല്യൂവിനേക്കാൾ മീതെയായിരിക്കും. ആ സംഖ്യ എന്ന് കണ്ടുപിടിക്കുക. അതാണ് ലിമിറ്റ് ഓഫ് മോഡുലൈ. ലിമിറ്റ് ഓഫ് മോഡുലൈ അതായത് ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ അപ്പർ ലിമിറ്റ് ഓഫ് മോഡുലൈ. മോഡുലസ് ആയതൊരു നെഗറ്റീവ് ഉണ്ടാവില്ല. അപ്പോൾ അപ്പർ ലിമിറ്റ് ഓഫ് മോഡുലൈ. അപ്പോൾ എല്ലാ റൂട്ടുകളും ഒരു പ്രത്യേക നമ്പറിൽ താഴെയായിരിക്കും. എല്ലാ റൂട്ടുകളുടെയും മോഡുലസ് ഒരു പ്രത്യേക നമ്പറിൽ താഴെയായിരിക്കും. ആ പ്രത്യേക നമ്പർ അതിനെയാണ് അപ്പർ ലിമിറ്റ്. ആ പ്രത്യേക നമ്പറിൽ താഴെയായിരിക്കും. ആ വാല്യൂവിനെയാണ് ആ പ്രത്യേക നമ്പറിനെയാണ് അപ്പർ ലിമിറ്റ് ഓഫ് മോഡുലൈ എന്ന് നമ്മൾ പറയുന്നത്. പിന്നുള്ളത് ഇൻ്റഗ്രൽ റൂട്ട്സ് ആണ്. ഞാൻ വഴിയെ പറഞ്ഞു തരാം. തൽക്കാലത്തിന് ഈ ഒരു ഫസ്റ്റ് ടോപ്പിക് ലിമിറ്റ് ഓഫ് മോഡുലൈയിലേക്ക് നമുക്ക് പോകാം. മെത്തേഡൊന്നും പ്രത്യേകിച്ചൊന്നും എഴുതി തരാനും പറയാനൊന്നുമില്ല. നോട്ട്സ് ഉള്ളവർക്ക് അതിലുണ്ടാവും. ഒരു പ്രോബ്ലം ഒന്നുമില്ല, രണ്ട് പ്രോബ്ലം നമുക്ക് ചെയ്തിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. ഫൈൻഡ് ദ അപ്പർ ലിമിറ്റ് ഫോർ മോഡുലൈ ഓഫ് റൂട്ട്സ് ഓഫ് 2x raised to 6 minus 7x raised to 5 minus 10x raised to 4 plus 30x cube minus 60x square plus 10x minus 50 equal to 0. വലിയൊരു ഇക്വേഷനാണ്, 6th ഡിഗ്രി ഇക്വേഷനാണ്. അപ്പോൾ ഇതിൻ്റെ റൂട്ടുകളുടെ മോഡുലസിൻ്റെ അപ്പർ ലിമിറ്റ്. അപ്പം ഇതിൻ്റെ റൂട്ടുകളെല്ലാം തന്നെ അതിൻ്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം തന്നെ ഒരു സംഖ്യയിൽ കുറവായിരിക്കും. ആ സംഖ്യ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓർ വി ഹാവ് ടു ഫൈൻഡ് ദ അപ്പർ ലിമിറ്റ് ഓഫ് മോഡുലൈ ഓഫ് റൂട്ട്സ് ഓഫ് ദിസ് പർട്ടിക്കുലർ ആൾജിബ്രായിക് ഇക്വേഷൻ. അപ്പോൾ അത് തന്നെ ഓർത്തറിയണം. അതിൽ കോംപ്ലക്സ് റൂട്ടുകളും റിയൽ റൂട്ടുകളൊക്കെ ഉണ്ടാകും. റിയൽ റൂട്ടുകൾ മാത്രമേ ഉള്ളെങ്കിൽ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് എന്ന് പറയാം. കോംപ്ലക്സ് റൂട്ടുകൾ കൂടെ വന്നു കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റ് ഓഫ് മോഡുലൈ ആണ് പറയുക. അപ്പോൾ വളരെ എളുപ്പമുള്ള, തൊട്ട് മുന്നത്തെ ക്ലാസ് അറിയാമെങ്കിൽ ഇത് വളരെ എളുപ്പമുള്ളൊരു മെത്തേഡാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ റൂട്ടുകളുടെ മോഡുലസിൻ്റെ അപ്പർ ലിമിറ്റാണ്. ഇതിൻ്റെ എത്ര റൂട്ടുകൾ ഉണ്ടാവും? 6 റൂട്ടുകൾ ഉണ്ടാകും. ആ 6 റൂട്ടുകളുടെ മോഡുലസിൻ്റെ അപ്പർ വാല്യൂ അതിനേക്കാൾ വലിയൊരു സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. അത് ഏത് എന്നാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ഓക്സിലറി ഇക്വേഷൻ നിങ്ങൾ ഫോം ചെയ്യണം. ഈ തന്നിട്ടുള്ള ആൾജിബ്രാക്ക് ഇക്വേഷനിൽ നിന്ന് ഒരു ഓക്സിലറി ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യണം. അപ്പോൾ അങ്ങനെ ഓക്സിലറി ഇക്വേഷൻ ഫോം ചെയ്യുന്നത് വേറെ ഒന്നുമില്ല, എല്ലാ കോഎഫിഷ്യൻസ് A0 ഒഴികെ മറ്റെല്ലാ കോഎഫിഷ്യൻറ്റുകളെയും നെഗറ്റീവ് ആക്കുക. വേറെ ഒന്നും ചെയ്യേണ്ട. അപ്പോൾ ഓൾറെഡി നെഗറ്റീവ് ആയിട്ടുള്ളത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതല്ല, പോസിറ്റീവ് ആയിട്ടുള്ള കോഎഫിഷ്യൻറ്റുകളെയൊക്കെ നെഗറ്റീവ് ആക്കുക. അങ്ങനെ കിട്ടുന്ന ആൾജിബ്രാക്ക് ഇക്വേഷനാണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള കോഎഫിഷ്യൻസ് പറഞ്ഞാൽ 30യും 10ഉമാണ്. അത് രണ്ടിനെയും നെഗറ്റീവ് ആക്കുക. വെറുതെ സിംപ്ലി മൈനസ്. ടെക്സ്റ്റ് നോക്കി കഴിഞ്ഞാൽ പ്രോസസ്സ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഷോർട്ടായിട്ട് സമ്മറി ആയിട്ട് അല്ലെങ്കിൽ പ്രോബ്ലത്തിലേക്ക് അപ്ലിക്കേഷൻ വേണ്ട രീതി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയിൽ തീരില്ല. അപ്പോൾ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്? ഈ +10നെയും +30യും നെഗറ്റീവ് ആക്കി കിട്ടിയിട്ടുള്ള ഇക്വേഷനാണ്. അതായത് 2x raised to 6 minus 7x raised to 5 minus 10 നെഗറ്റീവ് റൂട്ടുകൾ കോഎഫിഷ്യൻസിനൊന്നും ചെയ്യണ്ട. -10x raised to 5 മൈനസ് ഇവിടെ +30 എന്നുള്ള ഇവിടെ വന്നപ്പം -30x cube minus 60x square
പ്ലസ് 10x ഇവിടെ വന്നപ്പോൾ മൈനസ് 10x മൈനസ് 50 ഈക്വൽ ടു 0. ഇതാണ് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ടു ഫൈൻഡ് ദ ഓക്സിലറി ഇക്വേഷൻ ഓഫ് ദ ഗിവൺ ആൾജിബ്രായിക് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടി, പുതിയൊരു ആൾജിബ്രായിക് ഇക്വേഷൻ കിട്ടി. അതിൻ്റെ അപ്പർ ലിമിറ്റ് ഓഫ് റൂട്ട്സ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഈ ഇക്വേഷൻ്റെ അപ്പർ ലിമിറ്റ് ഓഫ് റൂട്ട്സ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അത് നമ്മൾ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. അപ്പർ ലിമിറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ റൂട്ട്സ് നമ്മൾ കണ്ടുപിടിച്ചില്ലേ, അതേപോലെ തന്നെയാണ്, അതേ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ആദ്യം ഓക്സിലറി ഇക്വേഷൻ ഫോം ചെയ്യുന്നു. ഈ ഓക്സിലറി ഇക്വേഷൻ്റെ റിയൽ റൂട്ടുകളുടെ അപ്പർ ലിമിറ്റ് അല്ലെങ്കിൽ റൂട്ടുകളുടെ അപ്പർ ലിമിറ്റ് നമ്മൾ ഈ ഓക്സിലറി ഇക്വേഷൻ്റെ റൂട്ടുകളുടെ അപ്പർ ലിമിറ്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അതിന് സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകണം. ആദ്യം ഒരു പുതിയൊരു ഇക്വേഷൻ എടുക്കുകയാണ്, a1x. അവിടെ f1x ആയിരുന്നു, ഇവിടെ ഞാൻ ax-ൻ്റെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ a1x ഈക്വൽ ടു a0x പ്ലസ് a1. a0ഉം a1 ഇതിനനുസരിച്ച് ഈ ഇക്വേഷൻ അനുസരിച്ച് a0ഉം a1ഉം ചൂസ് ചെയ്യുക. അപ്പോൾ a1x ഈക്വൽ ടു a0x പ്ലസ് a1. അപ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം. അപ്പർ ലിമിറ്റ് ഓഫ് പോസിറ്റീവ് റൂട്ട്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് അതേ മെത്തേഡ് തന്നെയാണ്. ആ കൂടി ഈ ഒരു സ്റ്റെപ്പ് അധികം വന്നിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ a1x അവിടെ f1x ആയിരുന്നു. a1x ഈക്വൽ a0x പ്ലസ് a1, ദാറ്റ് ഈസ് 2x. a0 2 ആണ്, a1 എന്ന് പറഞ്ഞാൽ -7 ആണ്, അപ്പോൾ 2x മൈനസ് 7. അപ്പോൾ a1x ഈക്വൽ ടു 2x മൈനസ് 7. അതാണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള a1x എന്ന് പറയുന്നത്. നൗ ഇതിൽ എക്സിന് 4 എന്ന് കൊടുക്കുമ്പോൾ a1 of 4 is 1. a1 of 4 is 1, that is greater than 0. അപ്പോൾ 4 എന്നുള്ളത് എക്സിന് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 8 മൈനസ് 7, that is 1, that is greater than 0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, we divide the auxiliary equation by x minus 4. ഓക്കെ, അപ്പോൾ ഓക്സിലറി ഇക്വേഷനെ ഡിവൈഡ് ചെയ്യുന്നു, divide by x minus 4. ഓക്സിലറി ഇക്വേഷൻ divide by x മൈനസ് 4. ഞാൻ ജസ്റ്റ് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ, ശ്രദ്ധിക്കേണ്ടാത്തൊരു മനസ്സിലായിട്ടുള്ളവർക്ക് പിന്നെ നോക്കണ്ട. ഡിവൈഡ് ദ ഓക്സിലറി ഇക്വേഷൻ ബൈ എക്സ് മൈനസ് 4 യൂസിങ് സിന്തറ്റിക് ഡിവിഷൻ. സിന്തറ്റിക് ഡിവിഷൻ എന്താണെന്നുള്ളത് ഞാൻ മുന്നേത്തെ അതാ പറഞ്ഞ ഫസ്റ്റ് ക്ലാസ്സുകൾ ഒന്ന് റെഫർ ചെയ്തിട്ട് വേണം അത് ചെയ്യാനായിട്ട്. സിന്തറ്റിക് ഡിവിഷൻ ഇവിടെയൊക്കെ സിന്തറ്റിക് ഡിവിഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 4 ഇവിടെ എഴുതി. ഈ ഓക്സിലറി ഇക്വേഷൻ്റെ കോഎഫിഷ്യൻറ്റുകൾ നിരയായിട്ട് ഇവിടെ എഴുതി. 2 -7 -10 -30 -60 -10 -50. ഇനി സിന്തറ്റിക് ഡിവിഷൻ പെർഫോം ചെയ്യുകയാണ്. അപ്പോൾ 2നെ താഴോട്ട് 2 × 4 ദാറ്റ് ഈസ് 8. അതിന് ഇവിടേക്ക് എഴുതി. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടി. ഈ 1ഉം ഈ 4 മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ 4 കിട്ടി. അതിന് ഇപ്പുറത്തോട്ട് എഴുതി, തൊട്ടടുത്ത കോഎഫിഷ്യൻ്റെ അടിയിലേക്ക് എഴുതി. രണ്ടും കൂടെ ആഡ് ചെയ്തു, -6 വന്നു. അപ്പോൾ നോക്കൂ, -6 നെഗറ്റീവ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ 4 എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് ആവില്ല. അത് കഴിഞ്ഞ ക്ലാസ്സിലൊന്ന് ആ പ്രോബ്ലം ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. ഈ അടിഭാഗത്തുള്ള കോഎഫിഷ്യൻറ്റുകൾ തന്നെ ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഈ 4 എന്ന് പറയുന്നത് വിൽ നോട്ട് ബി എൻ അപ്പർ ലിമിറ്റ് ഓഫ് റൂട്ട്സ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഇക്വേഷൻ. ഇവിടെ ഓക്സിലറി ഇക്വേഷനാണ്, ആ ഇക്വേഷൻ്റെ അപ്പർ ലിമിറ്റ് ആവുകയില്ല, റൂട്ടുകളുടെ അപ്പർ ലിമിറ്റ് ആവുകയില്ല. അപ്പോൾ നമ്മൾ അടുത്ത സംഖ്യ എടുത്ത് നോക്കണം. അപ്പോൾ ഞാൻ 4 എന്തായാലും അപ്പർ ലിമിറ്റ് അല്ല, 5 എടുത്ത് നോക്കി. 5 എടുത്ത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. 5 എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് അടിയിൽ ഏതോ ഒരു കോഎഫിഷ്യൻ്റ് നെഗറ്റീവ് വരുന്നുണ്ട്. അപ്പോൾ 4 എടുത്താലും നെഗറ്റീവ് ഒരു കോഎഫിഷ്യൻ്റ് വരുന്നുണ്ട്, 5 എടുത്താലും നെഗറ്റീവായിട്ടൊരു കോഎഫിഷ്യൻ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് എക്സാമിന് ചെയ്ത് നോക്കുക, എന്നിട്ട് വെരിഫൈ ചെയ്തതിന് ശേഷം പ്രൊസീഡ് ചെയ്താൽ മതി. അപ്പം 4 എടുത്താലും നെഗറ്റീവ് വരുന്നുണ്ട്, 5 എടുത്താലും നെഗറ്റീവ് വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും അപ്പർ ലിമിറ്റ് ഓഫ് റൂട്ട്സ് അല്ല. നൗ ടേക്ക് 6. അതായത് വി ആർ ഡിവൈഡിങ് ബൈ എക്സ് മൈനസ് 6. ഡിവൈഡ് ബൈ എക്സ് മൈനസ് 6. അപ്പോൾ നമ്മൾ സിന്തറ്റിക് ഡിവിഷൻ പെർഫോം ചെയ്യുമ്പോൾ ഇവിടെ 6 എന്ന് എഴുതി. ഇവിടെ ഇത് കോഎഫിഷ്യൻസ് ആണ്, ഈ ഇക്വേഷൻ്റെ ഓക്സിലറി ഇക്വേഷൻ്റെ കോഎഫിഷ്യൻറ്റുകളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 6 x മൈനസ് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. വി ആർ പെർഫോമിംഗ് സിന്തറ്റിക് ഡിവിഷൻ. 2നെ താഴോട്ട് 2 × 6 ദാറ്റ് ഈസ് 12. 12നെ ഇവിടെ എഴുതി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു, 5 എഴുതി. 5 × 6 ദാറ്റ് ഈസ് 30. 30 ഇവിടെ എഴുതി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 20. 20 × 6 ഈസ് 120. അതിന് ഇപ്പുറത്ത് എഴുതണം. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 90 വരും. ഒരു സ്റ്റെപ്പും കൂടെ ഞാൻ കാണിച്ചു തരാം. 20 × 6 ഈസ് 120. ഇവിടെ എഴുതുമ്പോൾ എന്ത് വരുന്നു, ആഡ് ചെയ്യുമ്പോൾ 90 വരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളതെല്ലാം ചെയ്ത് നോക്കി അറിയാം നിങ്ങൾക്ക്, അത് പോസിറ്റീവ് ആയിരിക്കും. എല്ലാ കോഎഫിഷ്യൻസും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ 6 എന്ന് പറയുന്നത് ഈ ഓക്സിലറി ഇക്വേഷൻ്റെ റിയൽ റൂട്ടുകളുടെ അപ്പർ ലിമിറ്റാണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ അപ്പർ ലിമിറ്റ് ഓഫ് റൂട്ട്സ് ഓഫ് ദിസ് ഓക്സിലറി ഇക്വേഷൻ. 6 ഈസ് ദ അപ്പർ ലിമിറ്റ് ഓഫ് റൂട്ട്സ് ഓഫ് ദ ഓക്സിലറി ഇക്വേഷൻ. കഴിഞ്ഞു, നമ്മുടെ വർക്ക് കഴിഞ്ഞു. ആസ് അപ്പർ ലിമിറ്റ് ഓഫ് റൂട്ട്സ് ഓഫ് ഓക്സിലറി ഇക്വേഷൻ ഇസ് 6. This 6 will be the modulus of roots of upper limit of will be the modulus of
roots of auxiliary equation is 6. The modulus of roots of original equation, അല്ലെങ്കിൽ the modulus അല്ല, the upper limit of modulus, the upper limit of modulus of roots of the original equation is 6. അല്ലെങ്കിൽ ഇവിടെ ഞാൻ വേറെ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്, the modulus of roots of original equation is 6. അപ്പോൾ അപ്പർ ലിമിറ്റ് വേണമെന്നില്ല. അപ്പോൾ 6 ആണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ്റെ അപ്പർ ലിമിറ്റ് കിട്ടിയത്. ഈ 6 തന്നെ ആയിരിക്കും എന്ത് ഒറിജിനൽ ഇക്വേഷൻ്റെ, അല്ലെങ്കിൽ ഒറിജിനൽ ഇക്വേഷൻ്റെ എല്ലാ റൂട്ടുകളുടെയും മോഡുലസ് 6ൽ കുറവായിരിക്കും. Therefore upper limit of modulus is 6. ഓക്കെ, ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ വരണ്ട. ഈ ഓക്സിലറി ഇക്വേഷൻ്റെ റൂട്ടുകളുടെ അപ്പർ ലിമിറ്റ് 6 ആണ്. അപ്പോൾ ഒറിജിനൽ ഇക്വേഷൻ്റെ റൂട്ടുകളുടെ മോഡുലസും എന്തിനേക്കാൾ കുറവായിരിക്കും? 6നേക്കാൾ കുറവായിരിക്കും. ദാറ്റ് ഈസ് പ്രൂവ്ഡ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആ പ്രൂഫ് അല്ലെങ്കിൽ ആ ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല. എക്സാമിന് ചോദിച്ചാൽ അത് എഴുതാൻ, തിയറി ആയിട്ട് ചോദിച്ചാൽ അത്ര എഴുതാൻ സാധിക്കില്ല. അത് പ്രത്യേക ഒരു ഇതായിട്ട് പോയിട്ടുള്ളതാണ്. താല്പര്യമുള്ളവർക്ക്, കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് വായിച്ച് നോക്കാം. ടെക്സ്റ്റിൽ അത് ഒരു പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവില്ല, രണ്ടോ മൂന്നോ പ്രാവശ്യം വായിച്ച് നോക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ആദ്യം ഓക്സിലറി ഇക്വേഷൻ ഫോം ചെയ്തു. ഓക്സിലറി ഇക്വേഷൻ്റെ റൂട്ടിൻ്റെ അപ്പർ ലിമിറ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ ആ കിട്ടിയ വാല്യൂ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ഒറിജിനൽ ഇക്വേഷൻ്റെ റൂട്ടുകളുടെ മോഡുലസിനേക്കാൾ വലുതായിരിക്കും. അതായത് ആ വാല്യൂ തന്നെയായിരിക്കും അപ്പർ ലിമിറ്റ് ഓഫ് മോഡുലസ്. ഇവിടെ 6 ആണ് ഓക്സിലറി ഇക്വേഷൻ്റെ അപ്പർ ലിമിറ്റ് കിട്ടിയത്. ആ 6 തന്നെയാണ് എന്ത് അപ്പർ ലിമിറ്റ് ഓഫ് മോഡുലസ് ഓഫ് റൂട്ട്സ് ഓഫ് ദിസ് പർട്ടിക്കുലർ ഇക്വേഷൻ, അല്ലെങ്കിൽ ഓഫ് ദ ഒറിജിനൽ ഇക്വേഷൻ. അപ്പോൾ ഓക്സിലറി ഇക്വേഷൻ കണ്ടുപിടിക്കുക, റൂട്ടുകൾ അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കുക. അത് തന്നെയാണ് നമ്മുടെ മോഡുലസിൻ്റെ അപ്പർ ലിമിറ്റായിട്ടും വരുന്നത്, ഒറിജിനൽ ഇക്വേഷൻ്റെ മോഡുലസിൻ്റെ അപ്പർ ലിമിറ്റായിട്ടും വരുന്നത്. ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ജസ്റ്റ് 1 പ്രോബ്ലമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മെത്തേഡ്, വേറെ പ്രോബ്ലംസ് ബാക്കിലുണ്ട് വർക്കൗട്ട് ചെയ്തിട്ട് ഞാൻ അടുത്ത പ്രോബ്ലം കുറേ ലെങ്തിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് ഒന്നാക്കി ചുരുക്കിയത്. അപ്പോൾ ഈ ഒരു ലിമിറ്റ് ഓഫ് മോഡുലായി എന്ന് പറയുന്നത് എൻ്റെ ഐഡിയ ഈ ഒരു പ്രോബ്ലത്തിൽ വന്നിട്ടുണ്ട്. ഈ വീഡിയോ ഒന്നുകൂടെ കാണുക. അതിൻ്റെ ഒപ്പം ബാക്കിലത്തെ പ്രോബ്ലംസ്, ഇത് വർക്കൗട്ട് പ്രോബ്ലം അല്ല, ബാക്കിലത്തെ എക്സർസൈസിലൊരു പ്രോബ്ലമാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ബാക്കിയുള്ള പ്രോബ്ലംസ് ടെക്സ്റ്റ് നോക്കിയിട്ടൊന്ന് റെഫർ ചെയ്യുക. 2 സ്റ്റെപ്പേ ഉള്ളൂ. ഓക്സിലറി ഇക്വേഷൻ ഫോം ചെയ്യുക, അതിൻ്റെ റൂട്ടുകളിലെ അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കുക. അത് തന്നെയായിരിക്കും നമ്മുടെ മോഡുലസിൻ്റെ അപ്പർ ലിമിറ്റ്. ഓക്സിലറി ഇക്വേഷൻ ഫോം ചെയ്യാനായിട്ട് എല്ലാ കോഎഫിഷ്യൻസും, ഫസ്റ്റ് കോഎഫിഷ്യൻ്റ് ഒഴികെ ബാക്കിയുള്ള എല്ലാ കോഎഫിഷ്യൻസും നെഗറ്റീവ് ആക്കുക. നെഗറ്റീവായിട്ടുള്ളതിനെ ഒന്നും ചെയ്യേണ്ട, പോസിറ്റീവായിട്ടുള്ള എല്ലാത്തിനെയും നെഗറ്റീവ് ആക്കുക. ദെൻ പ്രൊസീഡ് ആസ് ദ എബവ് പ്രോബ്ലം. അപ്പോൾ അതാണ് ആ ലിമിറ്റ് ഓഫ് മോഡുല. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അടുത്ത ടോപ്പിക്ക് വളരെ ലെങ്തിയാണ്. ചെയ്തെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഒറ്റ പ്രോബ്ലമാണ്. ഈ കാണുന്നത് മുഴുവൻ ഒറ്റ പ്രോബ്ലമാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. ഇനി ഇൻറ്റഗ്രൽ റൂട്ട്സ് ആണ് നമ്മുടെ സെക്കൻഡ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ. ഇൻറ്റഗ്രൽ റൂട്ട്സ് ആണ്. അപ്പോൾ ഒരു ആൽജിബ്രായിക് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ എന്തുണ്ടാകാം? റിയൽ റൂട്ടുകൾ, പോസിറ്റീവ് നെഗറ്റീവ് റൂട്ട്സ്, റിയൽ റൂട്ടുകൾ ഉണ്ടാകാം, കോംപ്ലക്സ് റൂട്ടുകൾ ഉണ്ടാകാം. റിയൽ റൂട്ട് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇൻറ്റഗ്രൽ റൂട്ട്സ് മേ ബി ഇൻറ്റിജേഴ്സ് ഓർ റാഷണൽസ്. അപ്പോൾ ഒരു ആൾജിബ്രായിക് ഇക്വേഷന് പലതരം റൂട്ടുകളുണ്ട്. നമുക്ക് ചെയ്ത് നോക്കിയാൽ, നമ്മൾ മുന്നത്തെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഫ്രാക്ഷൻസ് ഉണ്ടാവും. 4/3 ഫ്രാക്ഷനാണ്, അങ്ങനത്തെ റൂട്ട് ഉണ്ടാവാം. പിന്നെ ഇൻറ്റിജർ റൂട്ട്സ് ഉണ്ടാകാം, 1 2 3 -1 4 5 അങ്ങനെ അങ്ങനത്തെ ഇൻറ്റിജർ റൂട്ട്സ് ഉണ്ടാകാം. കോംപ്ലക്സ് റൂട്ടുകൾ ഉണ്ടാകാം. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻറ്റിജർ റൂട്ടുകൾ കണ്ടുപിടിക്കാനുള്ള ചെറിയൊരു, അത്ര പ്രാക്ടിക്കലായിട്ടുള്ള മെത്തേഡല്ല എങ്കിലും നമുക്ക് ചെയ്ത് നോക്കാവുന്ന, പരീക്ഷിക്കാവുന്ന, കുറച്ച് ലെങ്തിയാണ്, അതുകൊണ്ട് തന്നെ അത്ര പ്രാക്ടിക്കലല്ല, ചെയ്ത് നോക്കാവുന്ന ഒരു മെത്തേഡ് ഉപയോഗിക്കുകയാണ്. അതായത് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഇൻറ്റഗ്രൽ റൂട്ട്സ് ഓഫ് എ ഗിവൺ ആൾജിബ്രായിക് ഇക്വേഷൻ. അതായത് ഇൻറ്റിജറുകൾ ആയിട്ടുള്ള റൂട്ടുകളെ കണ്ടുപിടിക്കാൻ. ഇൻറ്റിജറായിട്ടുള്ള റൂട്ടുകൾ കഴിഞ്ഞാൽ ഒരു പക്ഷേ മറ്റു റൂട്ടുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചേക്കാം. അപ്പോൾ ഒരു തന്നിട്ടുള്ള ആൾജിബ്രായിക് ഇക്വേഷൻ്റെ ഇൻറ്റിജർ ആയിട്ടുള്ള റൂട്ടുകൾ, ഇൻറ്റിജർ എന്ന് അറിയാലോ, Z ആണ്, -1 -2 -3 -4 അതേപോലെ 0 1 2 3 4 5 അങ്ങനെ പോകുന്ന, അതാണ് ഇൻറ്റിജർ റൂട്ട്സ്. അത് കണ്ടുപിടിക്കൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രോബ്ലത്തിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് റാഷണൽ റൂട്ട്സ് കണ്ടുപിടിക്കുക. അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം. തൽക്കാലത്തിന് എക്സാമിന് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഇവിടെയും തിയറിറ്റിക്കലി പറഞ്ഞാൽ മനസ്സിലാവില്ല, ഒരു പ്രോബ്ലം എടുത്തിട്ട് ചെയ്താലേ അത് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് നേരിട്ട് പ്രോബ്ലത്തിലേക്ക് കിടക്കുന്നത്. ഇതിൻ്റെ തിയറി ടെക്സ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്, അത് വായിച്ച് നോക്കുക. ഇപ്പോൾ എനിക്ക് പ്രോബ്ലം ചെയ്തു തരാനുള്ള സമയമേ ഉള്ളൂ വീഡിയോ ആയതുകൊണ്ട്. എക്സാമിൻ വെദർ ദ ഫോളോയിങ് ഇക്വേഷൻ ഹാസ് ഇൻറ്റഗ്രൽ റൂട്ട്സ്. അപ്പോൾ ഈ തന്നിട്ടുള്ള ആൾജിബ്രായിക് ഇക്വേഷൻ 6th ഡിഗ്രി ഇക്വേഷനാണ്. അതിന് ഇൻറ്റഗ്രൽ റൂട്ട്സ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. ചില ഇക്വേഷൻസിന് ഇൻറ്റഗ്രൽ റൂട്ട്സ് ഉണ്ടാവില്ല, ചില ഇക്വേഷന് ഇൻറ്റഗ്രൽ റൂട്ട്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ തന്നിട്ടുള്ള ആൾജിബ്രായിക് ഇക്വേഷന് ഇൻറ്റഗ്രൽ റൂട്ട്സ് ഉണ്ടോ, ഉണ്ടെങ്കിൽ അവ ഏതെല്ലാമാണ്? വാട്ട് ആർ ദ ഇൻറ്റഗ്രൽ റൂട്ട്സ് ഓഫ് ദിസ് പർട്ടിക്കുലർ ആൾജിബ്രായിക് ഇക്വേഷൻ? ഇതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് സ്റ്റെപ്പുകളായിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ്റെ റൂട്ടുകളുടെ അപ്പർ ലിമിറ്റും
ഈ ഇക്വേഷൻ്റെ റൂട്ടുകളുടെ റിയൽ റൂട്ടുകളാണ്, ഇൻറ്റജർ ആണല്ലോ, റിയൽ ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ്റെ റൂട്ടുകളുടെ അപ്പർ ലിമിറ്റും ഇതേ ഇക്വേഷൻ്റെ റൂട്ടുകളുടെ ലോവർ ലിമിറ്റും കണ്ടുപിടിക്കുകയാണ് യൂസിങ് ദ മെത്തേഡ് ഓഫ് പ്രീവിയസ് ക്ലാസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് അറിയണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ക്ലാസ് തറവായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ശരിക്കും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഇൻറ്റിജർ റൂട്ടുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇൻറ്റിജർ റൂട്ട് കണ്ടുപിടിക്കുന്നതിന് മുന്നോടിയായിട്ട് ആദ്യത്തെ സ്റ്റെപ്പിൽ ഈ റൂട്ടുകൾ ഏത് സംഖ്യകളുടെ ഇടയിലാണ് കിടക്കുന്നത് എന്നല്ലേ നമ്മൾക്ക് ആദ്യം അറിയേണ്ടത്, എന്നാലേ ഇൻറ്റിജർ റൂട്ട് സെർച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലോവർ ലിമിറ്റ് ഓഫ് റൂട്ട്സും അപ്പർ ലിമിറ്റ് ഓഫ് റൂട്ട്സും കണ്ടുപിടിക്കുകയാണ്. ആ മെത്തേഡ് ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമില്ല, ഇവിടെയും ഇനി മുന്നത്തെ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അപ്പർ ലിമിറ്റ് ഓഫ് റൂട്ട്സ് ഓഫ് ദിസ് പർട്ടിക്കുലർ ഇക്വേഷൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. f1 of x ഈക്വൽ ടു a0x പ്ലസ് a1. a0 എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആണ്, a0x. അപ്പോൾ എക്സ് a1 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ x പ്ലസ് 3, f1 of x is x പ്ലസ് 3 അപ്പർ ലിമിറ്റാണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മളെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ മുന്നത്തെ പ്രോബ്ലങ്ങളും ചെയ്തിട്ടുള്ളത്. f1 of x കണ്ടുപിടിച്ചു. അതിൽ എക്സിന് 1 എന്ന് കൊടുക്കുമ്പോൾ f of 1 is greater than 0. ഇവിടെ എഴുതിയിട്ടുണ്ട് f of 1 is greater than 0. ഇതാണ് f1 of x. f1 of 1 is greater than 0. 4 ആണ് വരിക, that is greater than 0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, we divide this polynomial by x minus 1. f1 of 1 is greater than 0. So divide this polynomial by x minus 1 using synthetic division. ഇതെങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ മെത്തേഡ് വീണ്ടും പറയുന്നില്ല, വർക്കൗട്ട് ചെയ്ത് നോക്കുക. ചെയ്ത് വരുമ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് കിട്ടും, 1 അടിയിൽ കിട്ടും. അങ്ങനെ പ്രൊസീഡ് ചെയ്യുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരു നെഗറ്റീവ് വന്നു. അപ്പോൾ 1 is not an upper limit of the roots of this particular equation. ഇവിടെ നെഗറ്റീവ് വരാൻ പാടില്ല, ഇവിടെ എല്ലാം പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വന്നതുകൊണ്ട് 1 എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ്റെ റൂട്ടുകളുടെ അപ്പർ ലിമിറ്റ് അല്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം, അടുത്ത സംഖ്യകൾ എടുത്ത് നോക്കണം. ഏതാണ്ട് ഒരു ഊഹം വെച്ചിട്ട് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ 2, 3, 4 ഒക്കെ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ ചെയ്ത് വെച്ചിട്ട് കിട്ടിയിട്ടുള്ളതാണ്. 5 വരെ അടിയിൽ നെഗറ്റീവ് വരും. നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് എവിടെയെങ്കിലും വർക്കിംഗ് കോളത്തിലൊന്ന് കുത്തിക്കുറിച്ച് നോക്കിയാൽ മതി. 5 വരെ ഇങ്ങനെ സിന്തറ്റിക് ഡിവിഷൻ ചെയ്യുമ്പോൾ, അതായത് x മൈനസ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരെ നിങ്ങൾക്ക് നെഗറ്റീവ് കോഎഫിഷ്യൻസ് വരും ഇവിടെ. അപ്പോൾ നമ്മൾ 5 വരെ ഉള്ളതൊന്നും അപ്പർ ലിമിറ്റ് ആയിരിക്കില്ല. പിന്നെ നമ്മൾ നമ്മുടെ കയ്യിലുള്ളത്, അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഒക്കെ എല്ലായിടത്തും ഇവിടെ അടിയിൽ നെഗറ്റീവ് വരും. ഒരു നെഗറ്റീവ് എങ്കിലും വരുന്നുണ്ട്, ചെയ്ത് നോക്കിയാൽ അറിയാം. പിന്നെ അടുത്ത പോസിബിലിറ്റി ഉള്ളത് 6 ആണ്. 6 വെച്ചിട്ട് വി ആർ ഡിവൈഡിങ് ബൈ എക്സ് മൈനസ് 6, അതായത് സിന്തറ്റിക് ഡിവിഷൻ ഇവിടെ പെർഫോം ചെയ്തു. ഇവിടെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ചെയ്ത് നോക്കിയാൽ അറിയാം അടിയിലെല്ലാം പോസിറ്റീവ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 6 ആണ് അടിയിൽ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അടിയിലെല്ലാം പോസിറ്റീവ് വരുന്നത്. അപ്പോൾ 6 ഈസ് ദ അപ്പർ ലിമിറ്റ് ഓഫ് റൂട്ട്സ് ഓഫ് ദിസ് പർട്ടിക്കുലർ ഇക്വേഷൻ. ഓർക്കുക, നമ്മൾ ഇൻറ്റഗ്രൽ റൂട്ട്സ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇൻറ്റഗ്രൽ റൂട്ട്സ് കണ്ടുപിടിക്കണമെങ്കിൽ അത് ആ ഇൻറ്റഗ്രൽ റൂട്ടുകൾ ഏതെല്ലാം സംഖ്യകളുടെ ഇടയിലാണ് കിടക്കുന്നതെന്ന് അറിയണം. അപ്പോൾ അതിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കണ്ടുപിടിക്കണം. ഈ ഇക്വേഷൻ്റെ അപ്പർ ലിമിറ്റാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്, 6 ആണ്. റൂട്ടുകളെല്ലാം തന്നെ 6ൽ താഴെയാണ്. ഈ ഇക്വേഷൻ്റെ റൂട്ടുകളെല്ലാം തന്നെ 6. ദിസ് ഇംപ്ലൈസ് അപ്പർ ലിമിറ്റ് ഈസ് 6. ഇതിൻ്റെ ഏത് റൂട്ട് എടുത്താലും, ഏത് റിയൽ റൂട്ട് എടുത്താലും 6ൽ താഴെയാണ്, അപ്പർ ലിമിറ്റായി. ഇനി ലോവർ ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള പ്രോസസ്സ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, f of minus y. അപ്പോൾ നമ്മൾ പുതിയൊരു ഇക്വേഷൻ ഫോം ചെയ്തു. ലോവർ ലിമിറ്റ് ഓഫ് നെഗറ്റീവ് റൂട്ട്സ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ f of minus y വെച്ചിട്ട് ഒരു ഇക്വേഷൻ ഫോം ചെയ്തു. അതിൽ ഇതേപോലെ ഇതേ പ്രോസസ്സ് ഞാൻ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തതിന് ശേഷം അപ്പർ ലിമിറ്റ് ഓഫ് റൂട്ട്സ് കണ്ടുപിടിക്കണം. f of minus y എന്ന് പറയുന്ന ഇക്വേഷൻ്റെ റൂട്ടുകളുടെ അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കുകയാണ്. നമുക്ക് ശരിക്കും കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഒറിജിനൽ ഇക്വേഷൻ്റെ ലോവർ ലിമിറ്റ്, റൂട്ടുകളുടെ ലോവർ ലിമിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ പുതിയൊരു ഇക്വേഷൻ ഫോം ചെയ്യുകയാണ്, f of minus y. കഴിഞ്ഞ വീഡിയോ പ്രത്യേകം കാണുക. f of minus y എന്ന് പറയുന്ന ഇക്വേഷൻ ഫോം ചെയ്തു. f of minus y എന്ന് പറയുന്ന ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ റൂട്ടുകളുടെ അപ്പർ ലിമിറ്റാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. f of minus y ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ റൂട്ടുകളുടെ അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കുന്നു. ഇതേപോലെ ചെയ്തു പോവുകയാണ്. f1 of minus y ഒക്കെ എടുത്തിട്ട് 4, അപ്പം x മൈനസ് 3 ആണ്. എക്സിന് 4 എന്ന് കൊടുക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ 1 വരുന്നുണ്ട്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പക്ഷേ ഇവിടെ നോക്കൂ നെഗറ്റീവ് വരുന്നുണ്ട്, -32. x മൈനസ് 3 എന്ന് പറയുന്നത് എക്സിന് 4 എന്ന് കൊടുക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ 0 ആണ് വരുന്നത്. അപ്പോൾ ഐ എം ഡിവൈഡിങ് ദിസ് പോളിനോമിയൽ ബൈ y മൈനസ് 4, അല്ലെങ്കിൽ x മൈനസ് 3 അല്ല, ഇവിടെ ശരിക്കും y മൈനസ് 3 ആണ് വരിക. x ആണെങ്കിലും y ആണെങ്കിലും മനസ്സിലാക്കിയാൽ മതി, ദിസ് ഇസ് y മൈനസ് 3. y മൈനസ് 3. അപ്പോൾ a0 1 ആണ്, a1 മൈനസ് 3യുമാണ്. അപ്പം y മൈനസ് 3 ഈസ് ഗ്രേറ്റർ ദാൻ 0 വെൻ y ഈക്വൽ ടു 4. വൈക്ക് 4 എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു നെഗറ്റീവ് വന്നു.
അപ്പോൾ നമുക്ക് 4 is not an upper limit of this particular equation. 4 is not an upper limit of roots of this equation. This auxiliary equation അല്ലെങ്കിൽ എന്താ വെച്ചാൽ f of minus y equal to 0 ൻ്റെ അപ്പർ ലിമിറ്റ് അല്ല 4. ഇതേപോലെ 5, 6, 7 ചെക്ക് ചെയ്ത് നോക്കി ഒന്നും തന്നെ അല്ലെ എല്ലാം ഇവിടെ ചെയ്ത് വരുമ്പോൾ നെഗറ്റീവ് വരുന്നുണ്ട്. അപ്പോൾ അത് ഒന്നും തന്നെ അപ്പർ ലിമിറ്റ് ആയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ആ കൂടിയുള്ള മെത്തേഡ് ഇത് ചെയ്ത് നോക്കണം, മനസ്സിൽ ചെയ്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ സംശയമുള്ള ഒരു വർക്കിംഗ് കോളത്തിൽ വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഓരോ 6ഉം 7, 5ഉം 6ഉം 7 ഒക്കെ ഇട്ട് ഇതേപോലെ ചെയ്ത് നോക്കണം നെഗറ്റീവ് വരുന്നുണ്ടോ എന്നുള്ളത്, തെറ്റിക്കാതിരിക്കാൻ. ഊഹിച്ചിട്ട് ചെയ്യാം, പക്ഷേ തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകം എടുത്ത് ചെയ്യുക. 4 കഴിഞ്ഞാൽ അത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 5 എടുത്ത് നോക്കുക, കോഎഫിഷ്യൻസ് പോസിറ്റീവ് ആണോ നോക്കുക, നെഗറ്റീവ് ആണെങ്കിൽ 6 എടുത്ത് നോക്കുക. പ്രോസസ്സ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 8. വെൻ യു ഡിവൈഡ് ബൈ 8 ഈ കോഎഫിഷ്യൻസ് എല്ലാം പോസിറ്റീവായിട്ട് കിട്ടും. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതായത് x-8 കൊണ്ട് ഈ പോളിനോമിയൽ ഡിവൈഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ y-8 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ സിന്തറ്റിക് ഡിവിഷൻ ഉപയോഗിക്കുമ്പോൾ ഇവിടെ എല്ലാം പോസിറ്റീവ് കിട്ടും. സോ അപ്പർ ലിമിറ്റ് ഓഫ് റൂട്ട്സ് ഓഫ് f of minus y ഈസ് 8. f of minus y എന്ന് പറയുന്ന ഇക്വേഷൻ്റെ, അതായത് ഈ ഇക്വേഷൻ്റെ f of minus y ഇതിൻ്റെ റൂട്ടുകളുടെ അപ്പർ ലിമിറ്റ് 8 ആണ്. അപ്പോൾ ഒറിജിനൽ ഇക്വേഷൻ്റെ റൂട്ടുകളിലെ ലോവർ ലിമിറ്റ് -8 ആയിരിക്കും. ഈ ഇക്വേഷൻ്റെ റൂട്ടുകളുടെ ലോവർ ലിമിറ്റ് -8 ആയിരിക്കും. മുന്നത്തെ വീഡിയോ ഒന്നും കൂടെ കാണാം, അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് എന്താണ്? ഈ ഇക്വേഷൻ്റെ റൂട്ടുകളുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റുമാണ് നമുക്കിപ്പോൾ കിട്ടിയത്. അപ്പർ ലിമിറ്റ് എത്രയാണ് കിട്ടിയത്? 6 ആണ്. ഈ ഇക്വേഷൻ്റെ റൂട്ടുകളിലെ അപ്പർ ലിമിറ്റ് 6 ആണ്. റിയൽ റൂട്ടുകളുടെ അപ്പർ ലിമിറ്റാണ് 6, റിയൽ റൂട്ടുകളിലെ ലോവർ ലിമിറ്റാണ് -8. അപ്പോൾ റൂട്ടുകൾ ഏത് രണ്ട് സംഖ്യകളുടെ ഇടയിലാണ് കിടക്കുന്നത്? റൂട്ട്സ് ലൈ ബിറ്റ്വീൻ. അപ്പോൾ റൂട്ട്സ് ഇൻ്റഗ്രൽ റൂട്ട്സ് ആണെങ്കിൽ എന്ത് റൂട്ട്സ് ആണ്? റിയൽ ആണെങ്കിൽ റൂട്ട്സ് ലൈ ബിറ്റ്വീൻ -8 ആൻഡ് 6. ഇതാണ് നമുക്കിതിൽ നിന്ന് നമുക്ക് ആദ്യം മനസ്സിലാവുന്നത്. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഞാൻ പറഞ്ഞാൽ കുറച്ച് ലെങ്തിയാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. വീഡിയോ ചിലപ്പോൾ കുറച്ച് ലെങ്ത് കൂടാൻ സാധ്യതയുണ്ട്, വേറെ മാർഗ്ഗമില്ല. ഒരൊറ്റ പ്രോബ്ലം നമുക്കതിൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ റൂട്ട്സ് ലൈ ബിറ്റ്വീൻ -8 ആൻഡ് 6. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കിട്ടി. അപ്പോൾ -8നും 6ൻ്റെ ഇടയിൽ കിടക്കാവുന്ന റൂട്ടുകൾ ആണെന്ന് പറഞ്ഞാൽ അതിൽ ഇൻ്റഗ്രൽ റൂട്ട്സ് ഏതെല്ലാം വരും? ഇൻറ്റിജറുകളായിട്ടുള്ള റൂട്ടുകൾ ഏതെല്ലാം വരും? -8ൻ്റെയും 6ൻ്റെയും ഇടയിൽ ഇൻറ്റിജറുകളായിട്ടുള്ള റൂട്ടുകൾ ഏതൊക്കെയായിരിക്കും സാധ്യത? കാൻഡിഡേറ്റ്സ് ഫോർ ഇൻ്റഗ്രൽ റൂട്ട്സ് ബിറ്റ്വീൻ -8 and 6. Candidates for integral roots between -8 and 6 are ഏതൊക്കെയാണ്? -8ൻ്റെയും 6ൻ്റെയും ഇടയിൽ -7, -6, -5, -4, -3, -2, -1, 1, 2, 3, 4, 5. 0നെ തൽക്കാലത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 0 is not a root, കാരണം ഇവിടെ കോൺസ്റ്റൻ്റ് ഉണ്ട്, 140 ഉണ്ട്. ഒരിക്കലും 0 റൂട്ട് ആവില്ല. എക്സിന് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ LHS RHS സെയിം ആവില്ല. അതുകൊണ്ട് 0 എടുക്കേണ്ട ആവശ്യമില്ല. കോൺസ്റ്റൻ്റ് ഉള്ളതുകൊണ്ട്. കോൺസ്റ്റൻ്റ് ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് 0 എടുക്കാമായിരുന്നു. ഇവിടെ 0 എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ -8ൻ്റെയും 6ൻ്റെ ഇടയിൽ റൂട്ടുകളാവാൻ സാധ്യതയുള്ള സംഖ്യകളാണ് ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത്. ഈ സംഖ്യകളാണ് ഈ പോളിനോമിയലിൻ്റെ റൂട്ടാവാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ റൂട്ടുകളാവാൻ സാധ്യത ഉള്ളത്. ഏതൊക്കെ റൂട്ടെന്ന് ഇപ്പോഴും പറയാറായിട്ടില്ല. ഇത്രയും സാധ്യതകളുണ്ട്. ഇതിൽ ഏതൊക്കെയാണെന്നുള്ളത് വേറെ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം -1ഉം 1ഉം എടുക്കുകയാണ്. -1ഉം 1ഉം ഈ ഇക്വേഷൻ്റെ റൂട്ടാണോ എന്നറിയണം. -1ഉം 1ഉം ഈ ഇക്വേഷൻ്റെ റൂട്ടാണോ എന്നറിയണമെന്നുണ്ടെങ്കിൽ if 1 is a root, then f of x will be divisible by x minus 1. അത് ഞാനിവിടെ പ്രത്യേകം എഴുതിയിട്ടില്ല. We try to divide by x minus 1 and x plus 1. -1ഉം 1ഉം റൂട്ടാണോ എന്നറിയണമെന്നുണ്ടെങ്കിൽ f of x x minus 1 കൊണ്ടും x plus 1 കൊണ്ടും ഡിവിസിബിൾ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. റിമൈൻഡർ 0 വന്നു കഴിഞ്ഞാൽ -1ഉം 1ഉം റൂട്ടാകും. അപ്പോൾ -1ഉം 1ഉം റൂട്ടുകളാണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്ത് നോക്കുന്നത്. വി ട്രൈ ടു ഡിവൈഡ് f of x ബൈ x plus 1 ആൻഡ് x minus 1. ഇത് -1 റൂട്ടാണോ എന്ന് ചെക്ക് ചെയ്യാൻ, ഇത് 1 റൂട്ടാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട്. അങ്ങനെയാണ് വരിക. ഇപ്പോൾ if a is a root, then x minus a is a factor. Then f of x will be divisible by x minus a. മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷനിൽ 1 റൂട്ടാണെങ്കിൽ x minus 1 ഫാക്ടർ ആയിരിക്കും. അപ്പോൾ f of x will be divisible by x minus 1. അല്ലെങ്കിൽ if f of x is divisible by x minus 1, then 1 will be a root. x minus 1 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്നുള്ളതാണ് നമ്മൾ വെരിഫൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ സിന്തറ്റിക് ഡിവിഷൻ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. x minus 1 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് പറയണമെങ്കിൽ ഇവിടെ 1 എന്ന് എഴുതി, x minus c പഴയ ടോപ്പിക് എടുത്ത് നോക്കുക, 1 ഇവിടെ എഴുതി, ഇവിടെ കോഎഫിഷ്യൻസ് എല്ലാം എഴുതി. ദെൻ ഐ എം പെർഫോമിങ് സിന്തറ്റിക് ഡിവിഷൻ. ഇങ്ങനെ സിന്തറ്റിക് ഡിവിഷൻ പെർഫോം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ലാസ്റ്റ് കിട്ടിയിട്ടുള്ള ടേം ആയിരിക്കും എന്ത് വരുന്നത്? നമ്മുടെ റിമൈൻഡർ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ റിമൈൻഡർ എത്രയാണ് കിട്ടിയത്? 288 ആണ്. 288 ഇസ് non-zero. അതായത് 0 റിമൈൻഡർ കിട്ടുകയാണെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ?
ഈ പോളിനോമിയൽ എക്സ് മൈനസ് വൺ കൂടി ഡിവിസിബിൾ ആവുള്ളൂ. ഇവിടെ 0 അല്ല റിമൈൻഡർ. ലാസ്റ്റ് ടേം സിന്തറ്റിക് ഡിവിഷൻ എടുത്ത് നോക്കുക. ലാസ്റ്റ് ടേം വിൽ ബി ദ റിമൈൻഡർ. ഇപ്പോൾ റിമൈൻഡർ നോൺ സീറോയാണ്. അതായത് എക്സ് മൈനസ് വൺ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൺ. സിന്തറ്റിക് ഡിവിഷൻ പെർഫോം ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഇതിൽ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് ഓരോ റൂട്ടും ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് LHS RHS സെയിം ആണോ നോക്കിയാൽ മതി. പക്ഷേ അത് TDS ആണ്. അതിനേക്കാൾ എളുപ്പം ഇതാണ്. അപ്പോൾ 1 എന്ന് പറയുന്നത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സ് മൈനസ് വൺ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 288 ആണ്. ഈ പോളിനോമിയലിനെ എക്സ് മൈനസ് വൺ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 288 ആണ്, 0 അല്ല. സോ x minus 1 is not a factor of f of x, or f of x is not divisible by x minus 1, or x equal to 1 is not a root. x minus 1 കൊണ്ട് ഡിവിസിബിൾ അല്ലാത്തതുകൊണ്ട് x equal to 1 റൂട്ട് അല്ല. ഇതേപോലെ തന്നെ എക്സ് മൈനസ് വൺ റൂട്ടാണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ എന്ത് വേണം? എക്സ് പ്ലസ് വൺ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എക്സ് പ്ലസ് വൺ കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് മൈനസ് വൺ, എക്സ് മൈനസ് മൈനസ് സി. അപ്പോൾ ഇവിടെ -1 വെച്ചിട്ട് സിന്തറ്റിക് ഡിവിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അഗെയിൻ ഈ ലാസ്റ്റ് ടേം നോക്കൂ, 108 ആണ് കിട്ടുന്നത്. ഈ ഡിവിഷനൊക്കെ നിങ്ങൾക്ക് പെർഫോം ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എല്ലാ പ്രോബ്ലത്തിലും ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കഴിഞ്ഞാൽ പ്രധാനമായിട്ടുള്ള ഭാഗം പറയാൻ പറ്റില്ല. അപ്പോൾ -1 കൊണ്ട് സിന്തറ്റിക് ഡിവിഷൻ അല്ലെങ്കിൽ ഇതിനെ ഈ പോളിനോമിയലിനെ എക്സ് പ്ലസ് വൺ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 108 ആണ് കിട്ടുന്നത്. അതും നോൺ സീറോയാണ്. അതായത് എഫ് ഓഫ് എക്സ് ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് വൺ, ഓർ -1 ഇസ് നോട്ട് എ റൂട്ട്. അപ്പോൾ in both cases reminders are 288 and 108. Therefore f of x is not divisible by x minus 1 and x plus 1, and hence 1 and -1 are not roots of f of x. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ ഇൻ്റഗ്രൽ റൂട്ടുകളാവാൻ സാധ്യതയുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ -1നെയും 1നെയും ഒഴിവാക്കുകയാണ്. കാരണം ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? റിമൈൻഡർ നോൺ സീറോ ആയിട്ടാണ് കിട്ടുന്നത്. എക്സ് മൈനസ് വൺ കൊണ്ടും എക്സ് പ്ലസ് വൺ കൊണ്ടും എഫ് ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോൺ സീറോ റിമൈൻഡേഴ്സ് കിട്ടുന്നു. അപ്പോൾ അത് ഫാക്ടറുകളല്ല. എക്സ് മൈനസ് വൺ ആൻഡ് എക്സ് പ്ലസ് വൺ ആർ നോട്ട് ഫാക്ടേഴ്സ്. സോ 1 and -1 ആർ നോട്ട് റൂട്ട്സ് ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത രണ്ട് ക്വാണ്ടിറ്റീസ് എടുക്കുകയാണ്. അടുത്ത രണ്ട് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ -2ഉം 2ഉമാണ്. -2 and 2. കൺസിഡർ x equal to 2 and x equal to -2. Now we divide f of x by x minus 2 and x plus 2. ഇവിടുത്തെ അതേപോലെ തന്നെ ഇപ്പം രണ്ട് അടുത്ത കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ -2ഉം 2ഉമാണ്. അത് റൂട്ടുകളാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. 2 റൂട്ട് ആവണമെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് മൈനസ് 2 ഷുഡ് ബി എ ഫാക്ടർ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് 2. അതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഇവിടെ നോക്കിയാൽ അറിയാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സിന്തറ്റിക് ഡിവിഷൻ പെർഫോം ചെയ്യുമ്പോൾ നോക്കൂ, ഇവിടെ റിമൈൻഡർ ലാസ്റ്റ് ടേം ആണ്, റിമൈൻഡർ 0 ആണ് കിട്ടുന്നത്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അതെങ്കിൽ എക്സ് മൈനസ് 2 കൊണ്ട് എഫ് ഓഫ് എക്സിന് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടുന്നു. സോ എക്സ് മൈനസ് 2 ഈസ് എ ഫാക്ടർ, ഓർ എഫ് ഓഫ് എക്സ് ഇസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് 2, ഓർ 2 ഈസ് എ റൂട്ട്. അപ്പോൾ ആദ്യത്തെ ഇൻറ്റിജർ റൂട്ട് കിട്ടി. എഫ് ഓഫ് എക്സിൻ്റെ ആദ്യത്തെ ഇൻറ്റിജർ റൂട്ട് എന്താണ്? 2 ആണ്. ഇവിടെ നമുക്ക് റിമൈൻഡർ നോൺ സീറോ ആണ് കിട്ടിയത്. കണ്ടോ, 288ഉം 108. അതുകൊണ്ടാണ് 1ഉം -1ഉം റൂട്ട് അല്ലാതായത്. ഇവിടെ റിമൈൻഡർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എക്സ് മൈനസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? റിമൈൻഡർ 0 ആണ് കിട്ടുന്നത്. അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് 2, ഓർ 2 ഈസ് എ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് അപ്പോൾ 2 ഡിവിസിബിൾ ആയതുകൊണ്ട് നമുക്ക് റിമൈൻഡർ 0യും കോഷ്യൻ്റ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് 2 ആൻഡ് ദ ഡിപ്രസ്ഡ് പോളിനോമിയൽ, അതായത് കോഷ്യൻ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യൻ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാമല്ലോ. എക്സ് മൈനസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിഗ്രി ഒന്ന് കുറയും. അപ്പോൾ കിട്ടുന്ന കോഷ്യൻ എന്ന് പറഞ്ഞാൽ അതും സിന്തറ്റിക് ഡിവിഷനിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇതാണ് കോഷ്യൻ്റ് വരെ, കോഷ്യൻ്റിൻ്റെ കോഎഫിഷ്യൻസ് വരുന്നത്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് 2 കൊണ്ട് ഒറിജിനൽ പോളിനോമിയൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റേസ് ടു 5. എക്സ് റേസ് ടു 5 ഇവിടെ ഒറിജിനൽ പോളിനോമിയൽ ഡിഗ്രി 6 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി 5 ആയിരിക്കണം. എക്സ് റേസ് ടു 5 പ്ലസ് 5 എക്സ് റേസ് ടു 4 മൈനസ് 26 എക്സ് ക്യൂബ് മൈനസ് 97 എക്സ് സ്ക്വയർ മൈനസ് 101 എക്സ് മൈനസ് 70. ഇതായിരിക്കും ഡിപ്രസ്ഡ് പോളിനോമിയൽ. അതായത് എക്സ് മൈനസ് 2 ഡിവിസിബിൾ ആണല്ലോ. എഫ് ഓഫ് എക്സ് ഇസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് 2. അതുകൊണ്ടാണ് ഇവിടെ 0 റിമൈൻഡർ കിട്ടിയത്. ആൻഡ് ദ ഡിപ്രസ്ഡ് പോൾ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന കോഷ്യൻ്റ് ഡിവൈഡ് എഫ് ഓഫ് എക്സ് ബൈ എക്സ് മൈനസ് 2. സംശയം ഉണ്ടെങ്കിൽ എഴുതാം. ഇവിടെ എഫ് ഓഫ് എക്സ് ബൈ എക്സ് മൈനസ് 2 ഈക്വൽ ടു, ഇതാണ് പോളിനോമിയൽ. എക്സ് ഈ കണ്ടുന്നത് ഇതിൻ്റെ കോഎഫിഷ്യൻറ്റുകൾ ഉപയോഗിച്ച് ഈ പോളിനോമിയൽ എഴുതാം. റിമൈൻഡർ 0 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്തിനെ? എഫ് ഓഫ് എക്സിനെ എക്സ് മൈനസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോളിനോമിയൽ. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിട്ടിയ പോളിനോമിയലിനെ -2 എക്സ് പ്ലസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, ഈ കിട്ടിയ പോളിനോമിയലിനെ എക്സ് പ്ലസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഇഫ് ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് 2, അതായത് ദിസ് പോളിനോമിയൽ ഇസ് ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് 2. അപ്പോൾ
ഒറിജിനൽ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് 2 എന്ന് കിട്ടും. ഓക്കെ, അത് നമ്മൾ അങ്ങനെയാണല്ലോ. 6 ഈസ് ഡിവിസിബിൾ ബൈ അല്ലെങ്കിൽ 20 ഈസ് ഡിവിസിബിൾ ബൈ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ഈസ് ഡിവിസിബിൾ ബൈ 2 ആൻഡ് 20 ഈസ് ഡിവിസിബിൾ ബൈ 5. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒറിജിനൽ ഈ പോളിനോമിയൽ എങ്ങനെ കിട്ടിയതാണ്? x-2 എന്നുള്ള ഫാക്ടർ കളഞ്ഞിട്ട് കിട്ടിയതാണ്. ഈ പോളിനോമിയലിനെ നമ്മൾ ഈ x+2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചെക്ക് ചെയ്ത് നോക്കുന്നത്. നമുക്ക് സിന്തറ്റിക് ഡിവിഷൻ ചെയ്ത് നോക്കാം. ഇവിടെ എഴുതിയിട്ടുണ്ട് -2. ഇങ്ങനെയാണ് ടേബിൾ വരുന്നത്. ഈ പോളിനോമിയലിനെ x+2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് നോക്കുന്നത്. ഒറിജിനൽ പോളിനോമിയലിനെ അല്ല നോക്കുന്നത്. ഒറിജിനൽ പോളിനോമിയലിനെ x-2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് ആ ഫാക്ടർ കൊണ്ട് പോയപ്പോഴാണ് ഈ പോളിനോമിയൽ കിട്ടിയത്. ഈ പോളിനോമിയലിനെ ഇനി x+2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അതായത് -2 വെച്ചിട്ട് സിന്തറ്റിക് ഡിവിഷൻ ചെയ്യുമ്പോൾ അഗെയിൻ യു ഗെറ്റ് ദി റിമൈൻഡർ ആസ് 0. അതായത് ദിസ് ഡിപ്രസ്ഡ് പോളിനോമിയൽ ഇസ് ഡിവിസിബിൾ ബൈ x+2. അങ്ങനെയാണ് കിട്ടുന്നത്. അത് ചെയ്ത് വരുമ്പോൾ അറിയാം 0 ആണ് റിമൈൻഡർ. അത് എവിടെ ഉണ്ടോ? 0 ആണ് റിമൈൻഡർ. അപ്പോൾ ദിസ് പോളിനോമിയൽ ഇസ് ഡിവിസിബിൾ ബൈ x+2. അപ്പോൾ ഇത് x+2 കൊണ്ട് ഡിവിസിബിൾ ആയതുകൊണ്ട് ഒറിജിനൽ പോളിനോമിയൽ, അപ്പോൾ എഫ് ഓഫ് എക്സിനെ x-2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്നതാണ് ഇത്. ഇതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? x+2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഒറിജിനൽ പോളിനോമിയലിനെ x+2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതായത് x+2 ഈസ് എ ഫാക്ടർ ഓഫ് എഫ് ഓഫ് എക്സ്. ഇതിനെ x+2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അർത്ഥം ഒറിജിനൽ പോളിനോമിയലിനെ x+2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് x+2 ഈസ് എ ഫാക്ടർ ഓഫ് ഒറിജിനൽ പോളിനോമിയൽ എഫ് ഓഫ് എക്സ്. ദെർഫോർ x = -2 ഈസ് എ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ്. x = -2 ഈസ് എ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ആദ്യത്തെ എന്ത് കിട്ടി? x = 2 ഈസ് എ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടി. ഇവിടെ റിമൈൻഡർ 0 കിട്ടിയപ്പോൾ ആ കിട്ടിയ പോളിനോമിയൽ കോഷ്യനെ ഒന്നും കൂടെ x+2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോഴും റിമൈൻഡർ 0 കിട്ടി. അതായത് -2 x = -2 ഈസ് ഓൾസോ എ റൂട്ട് ഓഫ് ഒറിജിനൽ പോളിനോമിയൽ. ഇനി ഇതിനെ മൾട്ടിപ്ലിസിറ്റി 1 ആണെന്ന് എഴുതിയിട്ടുണ്ട്. മൾട്ടിപ്ലിസിറ്റി 1 ആണെന്ന് എഴുതാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിട്ടിയ പോളിനോമിയലിനെ ഒന്നും കൂടെ x-2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോൺ സീറോ റിമൈൻഡറാണ് കിട്ടുക. അപ്പോൾ ഒറിജിനൽ പോളിനോമിയലിനെ x-2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് ഈ പോളിനോമിയൽ കിട്ടിയത്. ഒരു പ്രാവശ്യം കൂടി ഇതിനെ x-2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിമൈൻഡർ നോൺ സീറോ കിട്ടും. അതായത് ദിസ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ x-2. അപ്പോൾ ഒറിജിനൽ പോളിനോമിയൽ ഒരൊറ്റ പ്രാവശ്യമേ x-2 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ളൂ. ഇതിനെ x-2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നോൺ സീറോ റിമൈൻഡറാണ് കിട്ടുന്നത്. അപ്പോൾ x-2 അല്ലെങ്കിൽ 2 എന്ന് പറയുന്ന റൂട്ടിൻ്റെ ഡിവിസിബിലിറ്റി 1 ആണ്. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഈ പോളിനോമിയലിനെ x+2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിമൈൻഡർ 0 കിട്ടുന്നുണ്ട്. ആൻഡ് ദ കോഷ്യൻ്റ് ഈസ് ഇവിടെ ഒറിജിനൽ പോളിനോമിയൽ, ഈ പോളിനോമിയൽ ഡിഗ്രി 5 ആണ്. ഈ പോളിനോമിയൽ x+2 കൊണ്ട് ഡിവൈഡ് കിട്ടുന്ന പോളിനോമിയൽ ഡിഗ്രി 1 കുറയണം. കോഎഫിഷ്യൻസ് ഇതാണ് വരിക. x⁻⁴ + 3 ഇതാ x⁻⁴ + ഇവിടെ നോക്കൂ 3x³ -32x² -33x -35. അപ്പോൾ രണ്ടാമത്തെ ഡിപ്രസ്ഡ് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ്. അപ്പോൾ ഓർക്കുക, ആദ്യം നമ്മൾ -1 കൊണ്ടും +1 കൊണ്ടുമാണ് ഡിവൈഡ് ചെയ്യാൻ ശ്രമിച്ചത്. റിമൈൻഡർ നോൺ സീറോ വന്നു. അപ്പോൾ റൂട്ടുകളല്ല എന്ന് കിട്ടി. പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ ശ്രമിച്ചത് 2 കൊണ്ടും -2 കൊണ്ടുമാണ്. രണ്ട് കേസിലും ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഒരു പോളിനോമിയൽ ഡിപ്രസ്ഡ് പോളിനോമിയൽ കിട്ടി. റിമൈൻഡർ 0 കിട്ടി. അപ്പോൾ അത് ഡിവിസിബിൾ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഡിവിസിബിൾ ബൈ x-2 ആൻഡ് 2 ഈസ് എ റൂട്ട്. ആ ഡിപ്രസ്ഡ് പോളിനോമിയലിനെ നമ്മൾ x+2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഡിപ്രസ്ഡ് പോളിനോമിയലിനെ x+2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ വീണ്ടും റിമൈൻഡർ എന്ത് കിട്ടി? 0 കിട്ടി. അതായത് ദിസ് പോളിനോമിയൽ ഇസ് ഡിവിസിബിൾ ബൈ x+2. ദിസ് മീൻസ് ദ ഒറിജിനൽ പോളിനോമിയൽ ഇസ് ഓൾസോ ഡിവിസിബിൾ ബൈ x+2. ഹെൻസ് x = -2. x - x+2 x -2. അതായത് -2 ഈസ് ഓൾസോ എ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ്. പിന്നെ ഞാൻ പറഞ്ഞത് മൾട്ടിപ്ലിസിറ്റി 1 ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒറിജിനൽ പോളിനോമിയലിനെ x-2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഈ പോളിനോമിയൽ കിട്ടി. എഫ് ഓഫ് എക്സ് ബൈ x-2 = ദിസ് പോളിനോമിയൽ. വീണ്ടും ഞാൻ x-2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോൺ സീറോ റിമൈൻഡർ ആണ് കിട്ടുക. 0 റിമൈൻഡർ അല്ല കിട്ടുക. അതായത് ദിസ് പോളിനോമിയൽ ഇസ് നോട്ട് ഫർദർ ഡിവിസിബിൾ ബൈ x-2. അതായത് 2 ഈസ് നോട്ട് എ റൂട്ട് ഓർ 2 ഈസ് എ റൂട്ട് ഓഫ് മൾട്ടിപ്ലിസിറ്റി 1 ഓഫ് ദ ഒറിജിനൽ പോളിനോമിയൽ. കാരണം രണ്ടാമത് ഡിവൈഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? നമുക്ക് നോൺ സീറോ റിമൈൻഡറാണ് കിട്ടുന്നത്. ചെയ്ത് നോക്കിയാൽ അറിയാം നോൺ സീറോ റിമൈൻഡറാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ 2 ഈസ് എ റൂട്ട് ഓഫ് ദ ഒറിജിനൽ പോളിനോമിയൽ വിത്ത് മൾട്ടിപ്ലിസിറ്റി 1. ഇവിടെയും അതുപോലെ തന്നെയാണ്. നമ്മൾ ഈ കിട്ടിയ പോളിനോമിയലിനെ വീണ്ടും x+2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഇത് നമുക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടിയ പോളിനോമിയലാണ്. ഈ പോളിനോമിയൽ ഒന്നും കൂടെ x+2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നോൺ സീറോ റിമൈൻഡർ കിട്ടും. ദാറ്റ് ഈസ് ദിസ് പോളിനോമിയൽ ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ x+2. അപ്പോൾ അവിടെയും x=x+2 എന്ന് പറയുന്നത് ഒരു ഫാക്ടർ മാത്രമേ ഉള്ളൂ. അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി 1 ആണ്. x -2 ഈസ് എ റൂട്ട് വിത്ത് മൾട്ടിപ്ലിസിറ്റി 1. ഞാൻ പറഞ്ഞല്ലോ ലെങ്തിയാണ്. എത്ര പറഞ്ഞാലും വീഡിയോയിൽ അത്രയേ എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കുള്ളൂ. റെഗുലർ ക്ലാസ് പോലെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഒന്ന്
ടെക്സ്റ്റ് വെച്ചിട്ടൊന്ന് വെരിഫൈ ചെയ്ത് നോക്കുക ഈ സ്റ്റെപ്പുകൾ എക്സാമ്പിൾ. അതുകൊണ്ടാണ് ടെക്സ്റ്റിലെ വർക്കൗട്ട് എക്സാമ്പിൾ തന്നെ ഞാനിവിടെ ചെയ്യുന്നത്. ഒന്നും കൂടി നിങ്ങൾ ടെക്സ്റ്റിൽ വെച്ചിട്ടൊന്ന് വെരിഫൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ പോളിനോമിയൽ എന്താണ്, ഫൈനലി കിട്ടിയിട്ടുള്ള പോളിനോമിയൽ ഇതാണ്. ഈ 4th ഡിഗ്രി പോളിനോമിയലാണ്. 1ഉം -1 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. 2ഉം -2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഈ പോളിനോമിയൽ കിട്ടി. അപ്പോൾ 2 ഒരു റൂട്ടാണ്. ഈ പോളിനോമിയലിനെ x+2 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ പോളിനോമിയൽ കിട്ടുന്നുണ്ട്. അതായത് -0 വന്നു. അപ്പോൾ ഈ പോളിനോമിയൽ കിട്ടി. അപ്പോൾ -2 ഈസ് ഓൾസോ എ റൂട്ട് ഓഫ് മൾട്ടിപ്ലിസിറ്റി 1. എൻ്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. 2ഉം -2ഉം 2 ഇൻറ്റീജർ റൂട്ട്സ് ആണ്. അപ്പോൾ 1ഉം -1ഉം ഒഴിവാക്കി 2ഉം -2ഉം നമുക്ക് 2 ഇൻറ്റീജർ റൂട്ടുകളായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് 3 -3, 4 -4 രണ്ടും ചെക്ക് 3-4 ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നും തന്നെ റൂട്ടുകളാവുകയില്ല. ഇതേപോലെ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ non-zero റിമൈൻഡർ കിട്ടും. -1ൻ്റെയും 1ൻ്റെയും അതേപോലെ തന്നെയാണ് non-zero. അതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. സിമിലർലി ഇറ്റ് ക്യാൻ ബി വെരിഫൈഡ് ദാറ്റ് 4 -4, -6 -5 ആൻഡ് -3 വെരിഫൈഡ് ദാറ്റ് 3 -3 വെരിഫൈഡ് ദാറ്റ് 3 -3, 4 -4, -6 and -5 are not roots of the polynomial. ഈ 1ൻ്റെയും -1ൻ്റെയും കേസ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. 3 -3, 4 -4, -6 -5 ഒന്നും തന്നെ റൂട്ടുകളായിരിക്കില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഇവിടെ സ്ഥലത്തിൻ്റെ പരിമിതി ഉണ്ട്. അതുകൊണ്ട് ഞാൻ നേരിട്ട് പറയുകയാണ്. 3 -3 1 -1 റൂട്ടല്ല. 2ഉം -2ഉം റൂട്ടുകളാണ്. 3 -3 റൂട്ടുകളല്ല. 4ഉം -4ഉം റൂട്ടുകളല്ല. -5ഉം -6ഉം റൂട്ടല്ല. -5ഉം -6ഉം റൂട്ടല്ല. അപ്പോൾ ഇതിൽ ഏതൊക്കെ പോയി? ഈ -6 പോയി, -5 പോയി, -4, -3, -1, -2, -1 and 1, 3, 4 ഇത്രയും കാര്യങ്ങൾ പോയി. ബാക്കി ഏതാ ഉള്ളത്? 5ഉം -7ഉം ഉള്ളത്. ഇത് രണ്ടുമാണ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനുള്ളത്. നൗ ഡിവൈഡ് ദിസ് പോളിനോമിയൽ. നമുക്ക് 4th ഡിഗ്രി പോളിനോമിയൽ വരെ എത്തി നിൽക്കുകയാണ് നമ്മൾ. ഈ പോളിനോമിയലിനെ ഞാൻ x-5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഇവിടെ 5ഉം 7ഉം -7ഉം ബാക്കിയുണ്ട്. അപ്പോൾ ഈ പോളിനോമിയൽ, ഈ കിട്ടിയ പോളിനോമിയലിനെ x-5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. x-5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതാ 0 ആണ് റിമൈൻഡർ കിട്ടുന്നത്. അതായത് f(x) is divisible. this polynomial is divisible by x-5. അതുകൊണ്ടാണ് 0 റിമൈൻഡർ കിട്ടിയത്. Since this is divisible by x-5, ഒറിജിനൽ പോളിനോമിയൽ is also, ഒറിജിനൽ പോളിനോമിയലാണ് നമ്മുടെ റെഡ്യൂസ് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇത് x-5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ പോളിനോമിയലും x-5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഒറിജിനൽ പോളിനോമിയലും x-5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. 20യെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 20യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞ പോലെയാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ 20 is divisible by 10, 10 is divisible by 2, so 20 is divisible by 2 എന്ന് പറഞ്ഞ പോലെയാണ്. അതേ സിറ്റുവേഷൻ തന്നെയാണ്. This is divisible by x-5. So this original 10 is divisible by 2. 20 is divisible by 10. So 20 is divisible by 2. This is divisible by x-5. So this is also divisible by x-5. അതായത് x equal to 5 is another root. x equal to 5 is another root. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സിന്തറ്റിക് ഡിവിഷൻ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഡിപ്രസ്ഡ് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഇവിടെ 4th ഡിഗ്രി പോളിനോമിയലാണ്. അതിനെയാണ് x-5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തത്. അപ്പോൾ ക്യൂബിക് പോളിനോമിയൽ ആയിരിക്കും കിട്ടുന്നത് ഇതാണ് x³ + 8x² + 8x + 7, x³ + 8x² + 8x + 7, റിമൈൻഡർ 0 ആയി. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഡിപ്രസ്ഡ് പോളിനോമിയൽ വരുന്നത്. അപ്പോൾ ഏതൊക്കെ റൂട്ട്സ് അപ്പോൾ കിട്ടിയത്? 2 - 2, 5 ഈസ് എ റൂട്ട്. നമ്മളിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? 5 x-5 കൊണ്ടും കൂടി ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ പോളിനോമിയൽ x³ + 8x² + 8x + 7 എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും ഒടുക്കത്തെ ഡിപ്രസ്ഡ് പോളിനോമിയൽ, ലാസ്റ്റ് ഡിപ്രസ്ഡ് പോളിനോമിയൽ. അതായത് ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും ചെറിയ, നമ്മൾ ചെറുതാക്കി കൊണ്ടുവന്നു. 6th ഡിഗ്രിയിൽ നിന്ന് 5th ഡിഗ്രി ആയി, 4th ഡിഗ്രി ആയി, ഇപ്പോൾ ക്യൂബിക് പോളിനോമിയലായി. അതായത് ദിസ് ഈസ് അവർ ന്യൂ ഡിപ്രസ്ഡ് പോളിനോമിയൽ. ഇനി ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാണ്ട് -7 റൂട്ടാണോ? അതായത് വി ഡിവൈഡ് ദ പോളിനോമിയൽ ബൈ x + 7. -7 റൂട്ടാണോ -c റൂട്ടാണോ എന്ന് പറയണമെങ്കിൽ x + c കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പോൾ -7 റൂട്ടാണോ എന്നറിയണമെന്നുണ്ടെങ്കിൽ വി ഡിവൈഡ് ബൈ x + 7. അവിടെയും സിന്തറ്റിക് ഡിവിഷൻ പെർഫോം ചെയ്യുകയാണ്. സിന്തറ്റിക് ഡിവിഷൻ പെർഫോം ചെയ്യുമ്പോൾ ടെക്സ്റ്റ് എടുത്ത് നോക്കുക, -7. അപ്പോൾ ആ പ്രോസസ്സ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിമൈൻഡർ 0 കിട്ടും. റിമൈൻഡർ 0 കിട്ടുന്നു. ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന കോഷ്യൻ്റ്, അതായത് ഡിപ്രസ്ഡ് പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്യൂബിക് ആയിരുന്നു. ഇവിടെ ക്വാഡ്രാറ്റിക് ആയിരിക്കണം, 1 ഡിഗ്രി കുറയണം. അപ്പോൾ x² + x + 1, x² + x + 1, അതാണ് നമ്മുടെ പുതിയ ഡിപ്രസ്ഡ് പോളിനോമിയൽ കിട്ടുക. അപ്പോൾ ഓർക്കുക, -2ഉം 2ഉം റൂട്ടുകളാണ്.
5 റൂട്ടാണ്, -7 റൂട്ടാണ്. 4 റൂട്ടുകൾ കിട്ടിക്കഴിഞ്ഞു. ആൻഡ് വി ഹാവ് ഓൾസോ ഗോട്ട് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. എവിടെ മുതൽ എവിടം വരെ എത്തി? നമ്മൾ 6th ഡിഗ്രി പോളിനോമിയലിനെ കുറച്ച് കൊണ്ടുവന്ന് എവിടം വരെ എത്തി? 2nd ഡിഗ്രി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരെ എത്തിക്കഴിഞ്ഞു ഈ പ്രോസസ്സ് ഉപയോഗിച്ചിട്ട്, നമ്മുടെ സിന്തറ്റിക് ഡിവിഷൻ ഉപയോഗിച്ചിട്ട്. അതിൽ നമ്മൾ ഏതൊക്കെ ഒഴിവാക്കി? -6, -5, -4, -3, -1, 1, 3, 4 ഈ റൂട്ടുകളൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ആവശ്യമില്ല എന്ന് തോന്നിയത് കാരണം എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഓരോ സ്റ്റെപ്പിലും നമുക്ക് ഡിപ്രസ്ഡ് പോളിനോമിയൽ കിട്ടിക്കൊണ്ടേയിരുന്നു. ആദ്യം 5th ഡിഗ്രി പോളിനോമിയൽ കിട്ടി, പിന്നെ 4th ഡിഗ്രി പോളിനോമിയൽ കിട്ടി, അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ 3rd ഡിഗ്രി പോളിനോമിയൽ കിട്ടി, അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ 2nd ഡിഗ്രി പോളിനോമിയൽ കിട്ടി, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. അപ്പോഴേക്കും റൂട്ടുകൾ ഏതൊക്കെയായി? 2ഉം -2ഉം 5ഉം -7ഉം റൂട്ടുകളായി. ഇനി ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിലെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ നമുക്ക്, അത് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. -b ± √b² - 4ac/2a ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. നിങ്ങൾക്ക് കിട്ടുന്നത് ചെയ്ത് നോക്കുക. -b ± b എന്നോട് -1 ആണ് വരിക. -b ± √b² - 4ac/2a, അതായത് റൂട്ട്സ് കിട്ടുന്നത് -1/2 ± √3/2i. ദിസ് ഇസ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ഒമേഗ ആൻഡ് ω². ഇത് രണ്ടുമാണ് കിട്ടുന്നത്. ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി 1 ω² ആണ്. ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി വരിക. വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. ടെക്സ്റ്റിലും വർക്ക്ഡ് ഔട്ട് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ ഈ ക്വാഡ്രാറ്റിക്കിൻ്റെ റൂട്ട്സ് -1/2 ± √3/2i അല്ലെങ്കിൽ ഒമേഗ ആൻഡ് ω². 2 റൂട്ടും കൂടെ കിട്ടി. അപ്പോൾ മൊത്തം എത്ര റൂട്ടുകളായി? 2, -2, 5, -7, ഒമേഗ ആൻഡ് ω². 6 റൂട്ടുകളും നമുക്ക് ഈ പ്രോസസ്സിലൂടെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ സാധിച്ചു. എല്ലാ പോളിനോമിയൽസും പറ്റുന്ന ഞാൻ പറയുന്നില്ല. ഞാനത് പറഞ്ഞല്ലോ, ടെക്സ്റ്റിലത്തെ വർക്ക്ഡ് ഔട്ട് പ്രോബ്ലം ആണ്. മിസ്റ്റേക്ക് വരാൻ വളരെയധികം സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഈ മെത്തേഡ് ഒന്ന് നിങ്ങളെ പറഞ്ഞു തരിക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, 3/4 മണിക്കൂറിൻ്റെ അടുത്ത് ഈ പ്രോബ്ലം ചെയ്യാൻ മാത്രമായിട്ട് നമുക്ക് ചിലവ്, അല്ലെങ്കിൽ 1/2 മണിക്കൂറിൻ്റെ അടുത്ത് ഈ ഒറ്റ പ്രോബ്ലം മാത്രം. അത് ചില സ്റ്റെപ്പുകളൊക്കെ സ്കിപ്പ് ചെയ്തിട്ടാണ്. ക്ലാസ്സിലെടുക്കുന്ന പോലെ അത്രതായിട്ട് വീഡിയോ ലെങ്ത് കൂടുകയാണ്. അപ്പോൾ നോക്കൂ, അത്രയും സ്ട്രെയിനാണ് അത് എടുക്കാനായിട്ട്. അപ്പം ഈ ഒരു മെത്തേഡ് ഞാനിവിടെ നിർത്തുക. ഇവിടെയല്ല, അടുത്ത സെക്ഷനിൽ ഇതേ മെത്തേഡ് ആവശ്യം വരും. അപ്പോൾ വല്ലാതെ വലിച്ചിടാൻ എനിക്ക് സാധിക്കില്ല. അപ്പോൾ ഈ മെത്തേഡ് ഓർക്കുക. ആദ്യം ലിമിറ്റ് ഓഫ് മോഡുലൈ, പിന്നെ ഇൻ്റഗ്രൽ റൂട്ടുകൾ കണ്ടുപിടിക്കാനുള്ള ഈ ഒരു പ്രോബ്ലം. സ്റ്റെപ്പുകൾ ഞാൻ വീണ്ടും പറയുന്നില്ല, വീണ്ടും ലെങ്ത് കൂടും. അപ്പോൾ 6 റൂട്ടുകളും ഈ പോളിനോമിയലിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഐ എം സ്റ്റോപ്പിംഗ് ഹിയർ. ബാക്കിയുള്ളത് ഇതിപ്പോൾ ഇൻ്റഗ്രൽ റൂട്ട്സ് ആണ്. അടുത്തത് റാഷണൽ റൂട്ട്സ് ആണ്. ആ റാഷണൽ റൂട്ട്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഇതിൻ്റെ ബാക്കിയായിട്ടാണ് വരുന്നത്. അടുത്ത ക്ലാസ്സിൽ പറയാം. താങ്ക് യു.